രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭാരതീയ ജനതാ പാർട്ടിയുടെയും കർഷക മോർച്ചയുടെയും എല്ലാ പ്രവർത്തകർക്കും ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മേഖല വൈസ് പ്രസിഡന്റ് കൂടിയായ സുരേന്ദ്രേട്ടന് പ്രത്യേകം സ്വാഗതം പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ 75ാം പിറന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനത്തിനായി സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ എലവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു, അതുപോലെ കർഷക മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിലേട്ടൻ, അതുപോലെ മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ, അതുപോലെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സൂപ്പർ എന്ന ബാലുജി അവർ, പ്രദീപേട്ടൻ, അതുമാതിരി യുവമോർച്ചയുടെയും പാർട്ടിയുടെയും എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, സെപ്റ്റംബർ 17-ാം തീയതി നരേന്ദ്രമോദിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഒരു മാസം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാപാക്ഷികം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഗാന്ധി ജയന്തിയോട്, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തന്നെ കർഷക മോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും പാർട്ടിയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വിവിധ മോർച്ചകളുടെ മുഴുവൻ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മുടെ എലവഞ്ചേരി പഞ്ചായത്തിലെ ഈ ക്ഷേത്രത്തിൽ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും ഈ പരിപാടിയിൽ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ അമ്പലത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് വരുന്ന കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ വരുന്ന ശില്പശാല വിജയിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ താഴേക്കിടയിൽ, അതായത് റോഡുകളോ നടപടികളോ അതുപോലെ തന്നെ അംഗൻവാടികളോ സ്കൂളുകളോ അതിലൊക്കെ ഉപരി ഈ വരുന്ന കുറച്ച് ദിവസത്തിനകം ഈ ഒരു മാസം സേവാപാക്ഷികത്തിന് ഇനിയും കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തകർ നിന്ന് ഇവിടെ ജനോപകാരമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എലവഞ്ചേരിയുടെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും.